ആർത്തനാദം മുഴക്കുന്ന ആർഭാടങ്ങൾ വന്നപ്പോൾ, നാരികൾ തെരുവിലിറങ്ങിയിട്ട് ആറാടാൻ തുടങ്ങിയപ്പോൾ, മദ്യപാനികൾ അധികരിച്ചപ്പോൾ, സുഖലോലുപതയിൽ അമവി അബ്ബാസി ഭരണകൂടങ്ങളുടെ ഫാത്തിമഡിസിന്റെ ഒരു കാലഘട്ടത്തിലെ ജനത മുഴുവനും അഹങ്കാരത്തിലേക്ക് പോയപ്പോൾ റോമ വന്ന് പിടിച്ചടക്കി ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയപ്പോൾ ഞെരിയാണി വരെ രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് റോമ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തത് എന്ന് ചരിത്രം എഴുതുകയാണ്. എപ്പോഴാ പോയത്? നമ്മൾ ബിംബാരാധനയ്ക്ക് പോയപ്പോഴല്ല, ഷിർക്കിലേക്ക് പോയപ്പോഴല്ല, നമ്മൾ ആർഭാടത്തിലേക്ക് പോയപ്പോൾ. നമ്മുടെ മുൻഗാമികളായ ഒരു ജനത കിട്ടിയ കാശ് കൊണ്ട് ഹറാമു ചെയ്തപ്പോൾ, അനാവശ്യം ചെയ്തപ്പോൾ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ വർത്തമാനത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ചരിത്രം നമുക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അന്നറിയോ, അന്നവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, മുസ്ലിങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അഖ്സ പട്ടണത്തിൽ അവസാനം പട്ടാള മേധാവിയോട് പട്ടാളക്കാർ ചോദിച്ചു, എല്ലാവരെയും കൊല്ലാനല്ലേ നിങ്ങൾ ഓർഡർ ഇട്ടത്? ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പൊ കമാൻഡർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കാണുന്നവരെ മുഴുവൻ കൊന്നേക്കുക, പിന്നെ ദൈവം തീരുമാനിച്ചുകൊള്ളും ആർക്കാ സ്വർഗം കൊടുക്കേണ്ടത്. അങ്ങനെ ഞെരിയാണിക്ക് വരെ രക്തം തളം കെട്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയത്. ഇന്ന് കാണുന്ന ആധുനിക യൂറോപ്പിന്റെ സ്പെയിനിൽ നമ്മുടെ ഒരുപാട് ഇമാമിങ്ങൾ ജീവിച്ച നാടാണത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ സംസ്കാരം കൊടുത്തതാരാ? നമ്മൾ. ആരായിരുന്നു അതിന്റെ കേന്ദ്രബിന്ദുവായി നിന്നവരിൽ ഒരാൾ? മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ റളിയല്ലാഹു അൻഹു കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കിയ ചരിത്രം ചെറുപ്പക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തു, നിഅമൽ അമീറു അമീറുഹാ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്ന ഒരു കാലം നമ്മൾ ആരായിരുന്നു? അംഗത്തിൽ കുറവായിരുന്നു. സമരം റമദാനിലായിരുന്നു. കടലിലൂടെ കപ്പൽ വലിച്ചു കൊണ്ടുപോയ ഒരു ചരിത്രം ലോകത്തേതെങ്കിലും ഒരു സംഘത്തിന് പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗാമികൾക്കേ പറയാനുള്ളൂ. കപ്പൽ കരയിലൂടെ വലിച്ചു കൊണ്ടുപോയി. റോം ഉണ്ടാക്കിയിരുന്ന മുഴുവൻ ബണ്ടുകളെയും സമുദ്ര നിയന്ത്രണങ്ങളെയും ബ്രേക്ക് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് കപ്പലെത്തിക്കാൻ അവസാനം മഹാനവറുകൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു രാത്രി കൊണ്ട് നിശ്ചിത കപ്പലുകൾ കടലിൽ അവരുടെ ചങ്ങല പൊട്ടിച്ച് കയറാൻ കഴിയാത്തത് കൊണ്ട് കരയിലൂടെ വലിച്ചു കൊണ്ടുപോയി അവിടെ ഇറക്കണം. ഇത് കഥയല്ല, റിയൽ ഹിസ്റ്ററി. അത് മാത്രം ഒരു 4-5 മണിക്കൂർ പറയണം മുഹമ്മദുൽ ഫാത്തിഹ തങ്ങളെ. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ല. നമ്മൾ ഓരോരുത്തരും അറിയണം. അങ്ങനെ ഇന്ന് യൂറോപ്പിലെ സ്പെയിൻ, കൊർദോവ, ഈ പ്രദേശങ്ങൾ മുഴുവനും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും ഈറ്റില്ലമായിരുന്നു. അവിടെയാണ് ഗവേഷണങ്ങൾ ഉണ്ടായത്, അവിടെയാണ് പണ്ഡിതന്മാര് വളർന്നു വന്നത്. ഇമാമുൽ ഖുർത്തുബി തങ്ങളുടെ നാടല്ലേ കൊർദോവ എന്നത്. ഒരുപാട് ഇമാമിങ്ങൾ ഉദയം കൊണ്ട നാടാണ് യൂറോപ്പ്. ആ യൂറോപ്പ് ഏറ്റവും വികസനമുണ്ടായ കാലം മുസ്ലിമീങ്ങളുടെ കാലമാണ്. ഏറ്റവും പ്രതാപത്തോടെ ജൂതന്മാരടക്കം ജീവിച്ചത് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന കാലമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പോയി. പിന്നെ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടിയത് എപ്പോഴാണ്? പിന്നെ നമ്മുടെ കയ്യിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് വന്നത് എപ്പോഴാണ്? ഈ ആർഭാടങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ഞാൻ ഈ വയത് പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്ന ആളുകൾ വന്നപ്പോൾ അവരുടെ മുമ്പിൽ നിന്നയാളാണ് മഹാനായ സയ്യിദുനാ സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി റളിയല്ലാഹു അൻഹു.
കഥ പറഞ്ഞു പോകാനല്ല ഞാൻ ഇന്ന് വന്നത്. ചരിത്രത്തിൽ നിന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളെ വർത്തമാനത്തോട് ചേർത്ത് ആലോചിക്കണമെന്ന് പറയാനാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിച്ചത് ആയുധ ശക്തി കൊണ്ടല്ല, ആത്മീയ ശക്തി കൊണ്ടാണ്. സൈനിക ബലം കൊണ്ടല്ല, ആധ്യാത്മിക ബലം കൊണ്ടാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ മുൻഗാമിയായ ഇസ്സുദ്ദീൻ അസ്സിംഗി, ഇമാദുദ്ദീൻ ഉസ്സിംഗി, ഇമാദുദ്ദീൻ ഉസ്സിംഗി എന്ന ഭരണാധികാരി നല്ല നീതിമാനായ സാത്വികനായ മഹാനാണ്. ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ, പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ വേഗം കൊല്ലപ്പെട്ടു പോയി. പിന്നീട് വന്ന ഭരണാധികാരിയാണ് നൂറുദ്ദീൻ ഉസ്സിംഗി. ഭരണാധികാരിയാണ്, രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ഔറാദുകൾ പതിവാക്കുന്ന ഭരണാധികാരിയാണ്. വിറുതുകൾ മുടക്കാത്തവരാണ്. നൂറുദ്ദീൻ ഉസ്സിംഗി തങ്ങളുടെ കാലത്താണ് അലപ്പോയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളോ ജൂതന്മാരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വന്നത്. അവര് ചെയ്ത പണി എന്താണ്? മസ്ജിദുൻ നബവിയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അവര് തുരന്നുണ്ടാക്കും, അണ്ടർഗ്രൗണ്ടിലൂടെ തുരന്ന് മണ്ണ് ശേഖരിക്കും. സുബഹിക്ക് മുമ്പ് ജന്നത്തുൽ ബഖിയ ഖബർസ്ഥാനാണ്, അവിടെ കൊണ്ടുപോയി മണ്ണ് നിക്ഷേപിക്കും. തഹജ്ജുദിന്റെ സമയത്ത് തന്നെ പള്ളിയിൽ വരും. ആരും സംശയിക്കുന്ന വ്യക്തികളല്ലാതെ ജൂതന്മാരവിടെ തുരന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ അടുത്ത് വരെ എത്തി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറുദ്ദീൻ ഉസ്സിംഗി എന്ന ഭരണാധികാരിയോട് സ്വപ്നത്തിൽ പറഞ്ഞു, എൻ്റെ ഖബർ ഇങ്ങനെ തുരന്നു വരുന്നുണ്ട്, വേണ്ടത് ചെയ്യണേ. ഇത് താരീഖുൽ മസ്ജിദുൻ നബവിയ്യ ശരീഫിലുണ്ട്. അതുപോലെ സയ്യിദ് സുമൂദി തങ്ങളുടെ വഫാഉൽ വഫയിലുണ്ട്. താരീഖുൽ മദീനത്തുൽ മുനവ്വറയിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ്. അവസാനം നൂറുദ്ദീൻ ഉസ്സിംഗി തങ്ങൾ നേരെ മദീനയിൽ വന്നു. മദീനയിൽ വന്ന് ഇവരെ കണ്ടുപിടിച്ചു, മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കി. എന്നിട്ട് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചുറ്റും വെള്ളം കാണുന്ന ആഴത്തിൽ കുഴിക്കുകയും ഈയം ഒഴുക്കിയിട്ട് ഒഴിച്ചിട്ട് മതിൽ കെട്ടുണ്ടാക്കുകയും ചെയ്തു അണ്ടർഗ്രൗണ്ടിൽ. അങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തിയ മഹാനാണ് നൂറുദ്ദീൻ ഉസ്സിംഗി എന്ന ഭരണാധികാരി. മഹാനവറുകൾ ഒരുപാട് നീക്കങ്ങൾ നടത്തി. നാളെ എന്നെങ്കിലും ഒരു ദിവസം ഈ മസ്ജിദുൽ അഖ്സ മോചിച്ചു കിട്ടുമെന്ന് കരുതി മഹാനവറുകൾ ഒരു മിമ്പർ പണിതവിടെ വെച്ചു. പക്ഷേ മഹാനവറുകളും വഫാത്തായി പോയി. പിന്നീട് ചെറുപ്പക്കാരനായ മകനാണ് ഭരണാധികാരിയായത്. അന്ന് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ഈജിപ്തിലാണ്. ആ ചെറുപ്പക്കാരനായ ഭരണാധികാരി രാഷ്ട്രീയ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ രംഗത്തേക്ക് വന്നു. മഹാനവറുകൾ ആലോചിക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് മോചിപ്പിക്കണമല്ലോ. അതിന് മഹാനവറുകൾ ചെയ്ത പണി എന്താണ്? ജനങ്ങളെ ആത്മീയമായി സംസ്കരിച്ചു. എന്നിട്ട് രാത്രിയിൽ 20 കൊല്ലത്തെ പരിശ്രമമാണ് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ നടത്തിയത്. തഹജ്ജുദിന്റെ സമയത്ത് മുസ്ലിം വീടുകളുടെ ഗല്ലികളിലൂടെ ഇങ്ങനെ നോക്കും, വിളക്ക് തെളിഞ്ഞിട്ടുണ്ടോന്ന്. അവ പല വീടുകളിലും ആൾ ഉണർന്നിട്ടില്ല. അപ്പൊ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് കിട്ടാൻ പോണില്ല. തഹജ്ജുദിന്റെ സമയത്ത് ഉണരാത്ത ഒരു മുസ്ലിം ജനതയ്ക്ക് ജയിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കൾ സുബഹി നിസ്കരിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ആ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് നമുക്ക് മുഴുവനും വിപത്താണ്. നമുക്കല്ല തന്ന നിഅമത്ത് മുഴുവൻ ഇല്ലാതാകാനുള്ള കാരണമാണ്. പാതിരാവുകളിൽ നമ്മുടെ മക്കൾ ഡിജിറ്റൽ സ്ക്രീനുകളിൽ ജീവിതം കഴിച്ചു കൂട്ടിയിട്ട് രാത്രികാലങ്ങളിൽ അങ്ങാടികളിൽ അലഞ്ഞു നടന്നിട്ട് സുബഹി ഖളാക്കിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടോ? വിപത്ത് വരാനുണ്ടേ.
അപകടം വരാനുണ്ട്. ഇത് ചരിത്രം വെച്ചുകൊണ്ടുള്ള വർത്തമാനമാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ജനങ്ങളെ ആത്മീയമായി സംസ്കരിച്ചു. മുസ്ലിം ഭവനങ്ങളൊക്കെ തഹജ്ജുദിന് ഉണരാൻ തുടങ്ങി. അവര് നേരത്തെ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇനി ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടും. അങ്ങനെ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചപ്പോൾ മഹാനവറുകൾക്ക് പറയാനുള്ളൊരു ഹിസ്റ്ററിയുണ്ട്. 40 കൊല്ലമായി എനിക്ക് ജമാഅത്ത് മുടങ്ങിയിട്ടില്ല. 40 കൊല്ലമായി തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ നേതാക്കളും ജനങ്ങളും വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ആത്മീയമായി പിന്നോട്ട് പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് ഇന്നത്തെ അവസ്ഥയിൽ ലോകം മുഴുവനും കരഞ്ഞുകൊണ്ട് കണ്ടും കേട്ടുമിരിക്കുന്നു. ഇതൊരു ബൈത്തുൽ മുഖദ്ദസിന്റെ ഉദാഹരണമല്ല. നമ്മുടെ ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ടത് നമ്മൾ ഭൗതികതയിലേക്ക് ആറാടുകയും അള്ളാഹുവിനെ മറക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ്. നമ്മുടെ ഒരുപാട് സ്വത്വങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടത്, നമ്മളുടെ അഭിമാനം മുഴുവനും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാം കൊണ്ടാണ് നമുക്ക് പ്രതാപം നൽകിയത്, അല്ലാതെ ജാട കൊണ്ടല്ല, വേല കൊണ്ടല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഇന്നത്തെ നമ്മുടെ വിചാരം എന്താണ്? പണമുണ്ടായാൽ ലൈഫ് ഹാപ്പിയായി എന്ന്. കേവലം പണം കൊണ്ട് നമുക്ക് ജയിക്കാനാവില്ല. ഖുർആൻ ഒരു പണക്കാരനെ പരിചയപ്പെടുത്തിയില്ലേ? ഖാറൂൻ. അയാള് പണം കൊണ്ട് ജയിച്ചോ? ഇല്ല. അധികാരം കൊണ്ട് നമുക്ക് പ്രതാപം കിട്ടുമോ? ഇല്ല. ഖുർആൻ ഒരു ഭരണാധികാരിയെ പരിചയപ്പെടുത്തിയില്ലേ? ഞാനാണ് പടച്ചോനെന്ന് വരെ വാദിക്കാൻ മാത്രം സ്വാധീനമുള്ളൊരു ഭരണാധികാരി ഫിർഔൻ. അധികാരം കൊണ്ട് അയാൾക്ക് നിലനിൽക്കാനായില്ല. പണം കൊണ്ടും അധികാരം കൊണ്ടുമല്ലടോ നിലനിൽപ്പെന്ന് പറയാനാണ് ഫിർഔനെയും ഖാറൂനെയും ഖുർആൻ പഠിപ്പിച്ചത്. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, ഒരിറ്റു വെള്ളം കുടിക്കാൻ കിട്ടാതെ നെട്ടോട്ടമോടിയ ഒരു കുടുംബത്തെ ഖുർആൻ പറയുന്നുണ്ട്. അതാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം, ദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഹാജർ അലൈഹസ്സലാം. കൊട്ടാരത്തിൽ വസിച്ചവരല്ല, സപ്രപഞ്ചത്തിൽ ജീവിച്ചവരല്ല. ഒരു നേരം വെള്ളം കിട്ടാൻ നെട്ടോട്ടമോടിയ ജീവിത അധ്യായമുണ്ട്. പക്ഷേ ലോകം മുഴുവനും നെഞ്ചിലേറ്റിക്കൊണ്ട് എന്നും നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ കുടുംബത്തെ പറയുന്നുണ്ട്, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. നമ്മൾ വിചാരിച്ചെന്താ, ക്യാഷ് ഉണ്ടായാലല്ല ഇതാ. നോ, ഇത് ഖുർആനാണ്. ക്യാഷ് ഉണ്ടായത് നല്ല നിലക്കാണെങ്കിൽ സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ സമ്പാദ്യമുണ്ടായാൽ അതവൻ പിടിച്ചു വെച്ചിട്ട് ജാട കാണിക്കാനല്ല. മസ്ജിദുൻ നബവി പണിയാൻ സംഭാവന കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സ്വത്ത് പോലെ, മദീനത്തെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സ്വത്ത് പോലെ, മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വാരിക്കോരി കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ സമ്പാദ്യം പോലെ, അള്ളാഹുവിനെ മറക്കാത്ത നിഅമത്ത് അത് ദീനിന് ഉപകാരമാണ്, അതിന്റെ ആളുകൾക്കും ഉപകാരമാണ്. അല്ലാതെ പുതിയ തലമുറ വിചാരിച്ചത് പൈസ ഉണ്ടോ എല്ലായി,
വേറൊന്നും ആവശ്യമില്ല. അങ്ങനല്ല, പൈസ കൊണ്ട് മാത്രം ഒരു ജനതയും ജയിച്ചിട്ടില്ല. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ ഭരണാധികാരിയാ. എന്നിട്ട് വഫാത്തായ നേരം കഫം പുടവയ്ക്ക് പോലും സ്വന്തം സ്വത്തുണ്ടായിരുന്നില്ല. മരണം ആസന്നമായി എന്നറിഞ്ഞപ്പോൾ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അറിയുന്ന ആളുകളെ അടുത്തേക്ക് വിളിച്ചിരുത്തി. എന്നിട്ട് ഖുർആൻ അങ്ങ് ഓതിയപ്പോൾ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് എന്ന ആയത്ത് എത്തിയപ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ യാത്രയായി. അവരല്ലേ രാജാക്കൾ? അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വത്തേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഇത്തിബാഅണ്. ശഅബാനു ശഹരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്തിറങ്ങിയ മാസമാണിത്. നമ്മളൊക്കെ നന്നായി സ്വലാത്തു ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബറിഞ്ഞുകൊണ്ടും മഹബ്ബത്ത് വെക്കണം. ഓരോ ദിവസവും നമ്മൾ യാത്രയാവുകയാണ്. ഞാൻ ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടി എൻ്റെ ഖബറിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ദിവസം എത്രയെന്ന് എനിക്കറിയില്ല. അതിന് ഒരു ദിവസമാണോ, ഒരു കൊല്ലമാണോ, ഒരു പതിറ്റാണ്ടാണോ, അറിയില്ല. നമ്മുടെ എല്ലാം ജീവിതം ഓരോ നിമിഷവും എണ്ണിക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എവിടെ വെച്ചാണ് ലോകത്തോട് വിട പറയുകയെന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനും മുസ്തഫ ഹാജിയും കൂടി ബംഗാളിൽ നിൽക്കുമ്പോഴാണ് പൂക്കോത്തുള്ള ഒരു SSFന്റെ പ്രവർത്തകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഡൽഹിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ? ഞാൻ അപ്പോൾ തന്നെ ആ ഫോൺ ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തു, ഇതാരാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനാണ്. എങ്ങനെ ഡൽഹിയിലെത്തിയതാണ്? നോക്കുമ്പോൾ ഡൽഹിയിൽ ടൂറിന് പോയി കൂട്ടുകാരോടൊപ്പം. എന്നിട്ട് അവർ റൂമിൽ കിടന്നു. ചെറിയ എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു. രാവിലെ വിളിക്കുമ്പോൾ ഉണരുന്നില്ല. 17 വയസ്സോ മറ്റോ പ്രായമുള്ളൂ അല്ലേ? ഈ അടുത്ത നാട്ടുകാരനല്ലേ? മിഥിലാജ് എന്നാണ് പേര്. ആ ചെറുപ്പക്കാരൻ വിട്ടുപിരിഞ്ഞു പോയില്ലേ? അതെനിക്കുള്ള വഴലല്ലേ? നിങ്ങൾക്കുള്ള ഉപദേശമല്ലേ? നമുക്കുള്ള ഓർമ്മപ്പെടുത്തലല്ലേ? അതാ ലോകത്തറിയപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട മക്കയിലെ ഷാഫിഈ മുഫ്തിയായിരുന്നവർ ഇതാ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ വെച്ച് വഫാത്തായി പോയി. ഇതുപോലെ എത്രയെത്ര ആളുകൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഉണർന്നില്ല. ഗൾഫിലേക്ക് പോയിട്ട് അവിടെ എത്തിയില്ല, അവിടുന്ന് തിരിച്ചിട്ട് ഇവിടെ എത്തിയില്ല, നാട്ടിലെ എയർപോർട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയില്ല. അതുപോലെ ഓരോ മനുഷ്യരും എത്ര വേഗം യാത്രയാവുകയാണ്. അതെല്ലാം എനിക്കും നിങ്ങൾക്കുമുള്ള വഅളാണ്, നസീഹത്താണ്. പ്രിയമുള്ളവരെ, നമ്മൾ അനാവശ്യമായ ഒരു ചാറ്റ് ചെയ്യുമ്പോഴാണ് അസ്റായീൽ വരുന്നതെങ്കിൽ അന്ത്യം എത്ര മോശമായി പോകും. ഒരന്യ പുരുഷന്റെ കൂടെയാണ് റൂം പങ്കിടുന്ന നേരത്താണെങ്കിൽ ഇന്നാലില്ലാ. ഒരന്യ സ്ത്രീയുടെ കൂടെ ഒറ്റക്കാകുമ്പോഴാണെങ്കിൽ ഇന്നാലില്ലാ. ഇതൊക്കെ ആലോചിച്ചിട്ട് ചിട്ടയിൽ ജീവിക്കാനല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾ ഒരുങ്ങേണ്ടത്. ഈ വഅളുകൾ എന്തിനുള്ളതാണ്? എന്നെയും നിങ്ങളെയും ആഖിറം ചിന്തിപ്പിക്കാനുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ളതാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകാനുള്ളതാണ്. എത്ര ഔദാര്യവാനാണ് റബ്ബ്. അള്ളാഹുവിലേക്ക് നന്നായി അടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. എന്ന് പറയുമ്പോൾ ഖൽബിൽ ഒരു പ്രകമ്പനം വരണം. അപ്പോഴല്ലേ ഒരു മുഅ്മിനായി മാറുന്നത്. അള്ളാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മളോട് വലിയ കരുണയുള്ള രക്ഷിതാവാണ്. അള്ളാഹു നമ്മൾ വിളിക്കാൻ കാത്തിരിക്കുന്ന പരമാധികാരിയാണ്. നമ്മൾ ഒരു ചെറിയ വിളി വിളിച്ചാൽ അത് വലുതായി സ്വീകരിക്കാൻ ഔദാര്യമുള്ളവനാണ്. അവനല്ലേ പറഞ്ഞത്, ഓ നബിയേ, അവിടുത്തോട് ജനങ്ങൾ ചോദിക്കും, ഇദാ സഅലക ഇബാദി അന്നീ, എന്നെക്കുറിച്ച് തങ്ങളോട് ജനങ്ങൾ ചോദിക്കുമ്പോൾ തങ്ങൾ പറയണേ, ഫഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞേക്കണേ നബിയേ. എന്ത് നല്ലൊരു പ്രയോഗമാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഇദാ സഅലക ഇബാദി അന്നീ, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് തങ്ങളോട് ചോദിക്കുമ്പോ തങ്ങൾ അവരോട് പറയണം, ഫഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അവർക്കൊരു പ്രതീക്ഷയാണ്, അവർക്ക് ദുആ ചെയ്യാൻ ഒരാശയാണ്. അവര് ചോദിച്ചേക്കാം, വിളിച്ചാൽ ഉത്തരം തരുന്ന റബ്ബാണോ? പരമാധികാരിയല്ലേ അവൻ? ലോകം പടച്ച് ഭരിക്കുന്നവനല്ലേ അവൻ? വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണോ? ആശങ്കപ്പെടണ്ട, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ തന്നോളാം. നിങ്ങൾ നടന്നെൻ്റെ അടുക്കലേക്ക് വരാനാണോ ഒരുങ്ങിയത്? ഞാൻ ഓടി നിങ്ങളെ സ്വീകരിച്ചോളാം. നിങ്ങളൊരു ഒരടി അടുക്കാനാണോ? എന്നാൽ അതിൻ്റെ 10 ഇരട്ടി ഒരു മുഴം ഞാൻ അങ്ങോട്ടടുത്തോളാം. ഇത്തരം ഔദാര്യമുള്ളൊരു റബ്ബിനെ റഹ്മത്തുല്ലിൽ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, വളരെ വിനയത്തോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീടാകണം. ആർഭാടങ്ങളിൽ വീണു പോകരുത്. മൊബൈലിൽ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ഹോമിക്കുന്ന സഹോദരിമാരുണ്ട്. ക്ഷമിക്കണേ, നമ്മുടെ ആയുസ് ഡിജിറ്റലിൽ കൊല്ലാനുള്ളതല്ല, തമാശ പറഞ്ഞു തീർക്കാനുള്ളതല്ല, വാട്സപ്പ് സ്ക്രോൾ ചെയ്ത് തീർക്കാനുള്ളതല്ല. പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, മൂല്യാരെ അതൊക്കെ പഴയതല്ലേന്ന്. ഓ സഹോദരിമാരെ, നമ്മുടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നിസ്കരിക്കേണ്ട സമയം, സ്വലാത്തു ചൊല്ലേണ്ട സമയം, ഖുർആൻ ഓതേണ്ട സമയം, ദിക്റ് ചൊല്ലേണ്ട സമയം, ഇതെല്ലാം കൊന്നിട്ടല്ലേ മൊബൈലിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയോ? സമയം കിട്ടാഞ്ഞിട്ടാണോ ഓതാതിരുന്നത്? ഒരൽ കഹ്ഫല്ല 10 അൽ കഹ്ഫ് ഓതേണ്ട നേരം മൊബൈലിൽ സ്ക്രോൾ ചെയ്തില്ലേ? ചെറുപ്പക്കാരാ, കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയോ? ഓതാഞ്ഞത് നേരം കിട്ടാഞ്ഞിട്ടാണോ? സമയമില്ലാഞ്ഞിട്ടാണോ? ഖുർആൻ ഒന്ന് ഖത്തമാക്കിയിട്ട് എത്ര കാലമായി മോനെ? എന്തേ? ദിവസം ഒരു 20 മിനിറ്റ് ഓതിയാൽ ഒരു മാസം കൊണ്ട് ഒരു ഖത്മ തീരേണ്ടതല്ലേ? എത്ര മണിക്കൂറാണ് ഫോണിൽ കൊന്നത്, വെറും വർത്തമാനങ്ങൾക്ക് ചെലവഴിച്ചത്? ഒരു 20ഓ 25ഓ മിനിറ്റോ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഒരു ജുസ് ഓതാമായിരുന്നില്ലേ? ഒരു മാസമാകുമ്പോൾ ഒരു ഖത്മായിരുന്നില്ലേ? നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ കിട്ടാതെ പോയത്? ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.